സർവീസിൽ നിന്നും വിരമിച്ചവരുടെ സേവന പരിചയം സമൂഹത്തിനായി ഉപയോഗിക്കാൻ സംവിധാനം ഉണ്ടാവണമെന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവീസിൽ കയറുന്ന നാൾ മുതൽ കണക്കുകൂട്ടിയുള്ള ജീവിതമാണ് ജീവനക്കാരുടേതെന്നും പിഷാരടി പറഞ്ഞു. വിരമിച്ചവരുടെ വിവിധ മേഖലകളിലുള്ള പരിജ്ഞാനം കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി ഉപയോഗിക്കാൻ കഴിയണം. കഴിഞ്ഞ 10 വർഷം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കാലമാണ്. വിരമിച്ചവരുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നൽകുന്ന പദ്ധതികൾ ഉണ്ടാവണം. അതിന് ഭരണം മാറണം. വളരെ അളന്നു മുറിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി. കാരണം സർവീസിൽ കയറുന്ന ഒരു ദിവസം ഒരു പേപ്പറും പേനയും ഒരു കാൽക്കുലേറ്ററും ഒക്കെ ആയിട്ടിരുന്നാൽ റിട്ടയർ ചെയ്യുന്ന ദിവസം എത്ര രൂപ കിട്ടും എന്ന് വളരെ കൃത്യമായി കണക്കാക്കുന്ന ഒരു പരിപാടിയിലാണ് പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് അറിയാം എത്ര രൂപയാണ് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിനനുസരിച്ച് ഓരോ മാസത്തെയും ഒരുപോലെ കണക്കാക്കിക്കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബോണസോ അരിയസോ സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഒന്ന് ജസ്റ്റ് അതിന്റെ പേരിൽ ഒരു ടൂർ മേടിച്ച് അടുത്ത ഓണത്തിന് ബോണസ് കിട്ടുമ്പോൾ TV മേടിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ഞാൻ. പലപ്പോഴും അത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയിലൊക്കെ ഒന്ന് വലുതായി തിരക്കേടില്ലാത്ത അവസ്ഥയിൽ, ആ തിരക്കേടില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്പത്തിക സ്ഥിതി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ അച്ഛനെ പോലെ ഹോട്ടലിൽ പോയിട്ട് ഒരു മെനു കിട്ടിയാൽ ഇടതുവശത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റിലൂടെ വിരലോടിക്കുന്നതിന് പകരം വലതുവശത്തെ വിലയിലൂടെ വിലയോടിക്കുന്നത് ഞാൻ പല സന്ദർഭത്തിലും കണ്ടിട്ടുണ്ട്. എന്ത് കഴിക്കണം തീരുമാനിക്കുന്നത് ഈ വലതുവശത്തെ വിലയെക്കൂടെ വിരലോടിച്ച് നോക്കിയിട്ടാണ്. പക്ഷെ പിന്നീട് ഒരു കാലത്ത് എനിക്ക് അങ്ങനെ വില നോക്കണ്ട, അല്ലാതെ കഴിക്കാവുന്ന ഒരു അവസ്ഥ വന്നു എന്ന് വിചാരിക്കുമ്പോഴും ഞാൻ എൻ്റെ അച്ഛനെ അമ്മയൊക്കെ കൊണ്ടുപോകും ചില നല്ല ഹോട്ടലിലൊക്കെ. ഒരു 100 രൂപയുടെ ചായ മേടിച്ചു കൊടുത്താൽ ഇപ്പോഴും അവിടുന്ന് ഇവിടെ വീടെത്തുന്നവരെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചായക്ക് 100 രൂപയോ, അതെന്ത് കാര്യത്തിന് അത് വീട്ടിലുണ്ടാക്കി കുടിച്ചാൽ പോരെ, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലക്ഷറിയെ എന്നും ഭയത്തോടെ കാണുന്ന ഒരു 2000 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു ഷർട്ട് മേടിച്ചു കൊടുത്താൽ സന്തോഷത്തെക്കാൾ കൂടുതൽ അതിന്റെ പേരിൽ കുറ്റബോധം തോന്നുന്ന മാനസികാവസ്ഥയിലാണ് എൻ്റെ അച്ഛനൊക്കെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളെ പിഷാരടി ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KM റഫീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MB വേലായുധൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C ബാലൻ, സംസ്ഥാന ട്രഷറർ KV മുരളി, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ജമീല, ഗ്രേസി, K അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.